അയ്യോ അമ്മ. കണ്ട ചേറിലും ചെളിയിലും ഒക്കെ നടന്ന അവന്റെ ഒരു പൂവ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ട ദാരിദ്ര്യവാസികളുടെ അവിടെ കൂട്ടുകൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേറ. അതെങ്ങനെയാ? കണ്ണ് തെറ്റ നോക്കിയിരിക്കല്ലേ ശാവങ്ങള്. എടി കൊച്ചേ, മേലിൽ എന്റെ മോന്റെ കൂടെ കൂട്ടുകൂടിയാലേ രണ്ടിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ആ നാളെ ഓണമാണ്. അറിയാം. കുട്ടികൾക്ക് ഓണക്കോടി എടുക്കണം, സദ്യ ഒരുക്കണം, അതും അറിയാം. 500 രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ. എന്ത് ചെയ്യാനാ അജിതേ? എല്ലാവർക്കും അഡ്വാൻസ് തരണമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ ഈ സ്കൂൾ സീസൺ കഴിഞ്ഞതുകൊണ്ട് ബാഗുകൾക്കൊട്ടും ചെലവില്ല. അറിയാലോ, നിന്നെ പോലെ വേറെ ഇല്ലേ 10-20 എണ്ണം. അവർക്കും ഈ പറഞ്ഞ ഓണമുള്ളവരാ. പിന്നെ ആശ്വസിക്കാവുന്നത് നീയും ഞാനും മാത്രമല്ല, എല്ലാ കേരളീയരും കഷ്ടപ്പാടില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. സത്യം പറഞ്ഞ ഈ കുറി എനിക്ക് ഓണമില്ല. പോയോ? അജിതേ, ഭാഗ്യം. നീ പോയിട്ടുണ്ടാവുമെന്ന് സംശയിച്ചു വരികയായിരുന്നു ഞാൻ. ചേച്ചി, അഡ്വാൻസ് കിട്ടിയില്ല. അത് പറഞ്ഞാ പറ്റില്ല. നീ തരാനുള്ള തന്നിട്ട് വേണം എനിക്ക് മാർക്കറ്റിൽ പോകാൻ. അടുത്ത മാസം ഞാൻ തീർത്ത് തരാം. എന്റെ പൊന്നജിതേ, മോന് സുഖമില്ലാന്ന് പറഞ്ഞ് പാതിരാത്രിക്ക് വന്ന് വാങ്ങിച്ചോണ്ടേ കാശ. മാസം എത്രയെന്ന വിചാരം? ശരിയാണ്, ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷെ എന്റെ കയ്യിലിപ്പോ 500 രൂപയേ ഉള്ളൂ. നാളെ ഓണമല്ലേ, കുട്ടികൾക്ക് 2 പേർക്കും ഓരോ ഉടുപ്പ് വാങ്ങണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓണക്കോടി ഇടാനുള്ള ആഗ്രഹം എന്റെ മക്കൾക്കുണ്ട്. കയ്യിലൊന്നും ഇല്ലാതിരിക്കണ്ട. ഇതിത്തിരി കൂടിപ്പോയെന്നറിയാം. വേറെ നിവൃത്തിയില്ല എന്നിട്ട് അജിതേ. അമ്മ, അമ്മേ, ഓണക്കോടി വാങ്ങിയില്ലേ അമ്മേ? വാങ്ങി തയ്ക്കാൻ കൊടുത്തിരിക്കുക. അമ്മേ, നാളെ കിട്ടുവോ? കിട്ടും. ഹായ് അമ്മേ, ഞങ്ങളോട് പൂ പറിക്കാൻ വന്നേന് അച്ചുവിനെ രാധാമണി ചേച്ചി വഴക്കു പറഞ്ഞു, അടിക്കുകയും ചെയ്തു. എന്നിട്ട് അവര് പറയാ ഞങ്ങളുടെ മുട്ടുകാല് തല്ലി ഒടിക്കുമെന്ന്. ദാരിദ്ര്യവാസിന്ന് വിളിച്ചു. എന്തിനാ അമ്മേ ഞങ്ങളെങ്ങനെ വിളിക്കുന്നേ? അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, മക്കളത് കാര്യമാക്കണ്ട. ആ, നിങ്ങള് കുളിച്ച് നാമം ജപിക്ക്. അമ്മ ഒരിടം വരെ പോയിട്ട് ഇപ്പൊ വരാം. നിന്റെ അവസ്ഥ ഓർക്കുമ്പോ വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാ, ഉള്ള കാശിന് അതും ഇതുമൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോ 10-50 രൂപ ഉണ്ടാകും കയ്യില്. സാരമില്ല കുമാരേട്ടാ, ഞാൻ ഇറങ്ങുവാ. കുട്ടികൾ അവിടെ തനിച്ചേ ഉള്ളൂ. അജിതേ, ഒന്ന് നിന്നെ. ഇത് നിന്റെ കുട്ടികൾക്ക് ചേരില്ലേ? ജയന്റെ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതാ. 1-2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഒന്ന് തേച്ചാ മതി. പാവം, അതിന്റെ ഒരു കഷ്ടപ്പാടേ. ഭർത്താവില്ലാതെ വന്ന പിന്നെ സ്ത്രീയുടെ ജീവിതം ദുരിത. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ. ദേ അച്ഛന്റെ ചിങ്കൽഫിൽ നിന്നു. സൂക്ഷിച്ചു, പൊട്ടുന്ന സാധനമൊക്കെ ഉണ്ട്. അച്ഛനെ നീ കളിപ്പാട്ടം കൊണ്ടുവന്നോ? അതില്ലാതെ അച്ഛൻ വരുമോ പൊന്നെ? അതെ, എത്ര മാസത്തെ ലീവ് ഉണ്ട്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇതെന്താ കളിപ്പാട്ട് മാത്രമേ ഉള്ളൂ? നീ പേടിക്കണ്ട, അത് ആ പെട്ടിയും കൂടി തുറക്കാനുണ്ട്. അച്ഛോ, ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. ആർക്ക്? അപ്പുറത്തെ അജിതയ്ക്കും കുട്ടികൾക്കും വേണ്ടി വാങ്ങിയതാ.
ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ അവള് സൂഹിക്കണ്ട. നമ്മുടെ ബന്ധക്കാരും സ്വന്തക്കാരുമായിട്ട് എത്രയോ പേരുണ്ട്. അവർക്കാർക്കും കൊടുക്കാൻ തോന്നിയില്ലല്ലോ. ഈ അമ്മക്ക് കുശുമ്പാച്ചാ. പോടാ അവിടുന്ന്. അവൻ പറഞ്ഞത് ശരിയല്ലേ. അവര് നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ പിണക്കൊന്നടിച്ച് നടക്കുന്നത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. ഗൾഫിൽ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് വന്നിരിക്കുക. എന്നാ പറയാ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിയ സാരിയാ, എങ്ങനുണ്ട്, എന്റെ സെലക്ഷൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഒരു അയൽക്കാരിയുടെ കാര്യവും പറഞ്ഞു വന്നിരിക്കുന്നു. എടി, നീ ഇപ്പൊ പറഞ്ഞില്ലേ അയൽക്കാരുടെ കാര്യം? രക്തമാണ്, ചോരയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പക്ഷം ചേർക്കുന്ന ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാര് എത്രയോ സ്ഥലങ്ങളിൽ തമ്മിത്തല്ലിയും വഴക്കിട്ടും എന്തിന് സ്വത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ വരെ കുത്തിക്കൊന്നും നടക്കുന്നുണ്ട്. അവരെക്കാൾ എന്തുകൊണ്ടും നന്മ നിറഞ്ഞവര് അയൽക്കാര് തന്നെയാ. ഇതിപ്പോ എന്തിനാ എന്നോട് പറയുന്നത്? നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക. ഒരാപത്ത് വന്നാൽ സഹായിക്കാൻ ആദ്യ അയൽക്കാരനെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞേ ഉള്ളൂ ബന്ധുമിത്രാദികൾ. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്ന അയൽക്കാരനാണ് നമ്മുടെ അടുത്ത ബന്ധു. അത് നീ ആദ്യം മനസ്സിലാക്ക്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന വരട്ടി ന്യായങ്ങളൊക്കെ വല്ല ഗൾഫിലും ചെന്നങ്ങ് പറഞ്ഞാ മതി. അതെ, നാളെ ഓണമാ. ചേട്ടൻ വെറുതെ അതും ഇതും പറഞ്ഞിരിക്കാണ്ടേ ആ സദ്യക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ നോക്കാം. ഞാൻ ഇതൊക്കെ എനിക്കൊന്ന് മാച്ച് ചെയ്യുമെന്ന് നോക്കട്ടെ.
ഇതിന്റെ വലിപ്പം കുറഞ്ഞു പോയോ? ഈ പ്രദേശത്തിട്ടതില് ഏറ്റവും വലിയ പൂക്കളായത്. ആ എന്നാ മതി. എത്രയാ കാശ്? 500 രൂപ. ഇതിന് 500 രൂപയോ? പൂവിനൊക്കെ ഭയങ്കര വിലയാണ് അമ്മച്ചി. എന്താ വിളിച്ചേ? അമ്മച്ചിന്നോ? എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി. എനിക്ക് അത്രയും പ്രായമൊക്കെ ആയിട്ടുള്ളൂ. ആ ഇനി നല്ലൊരു ദിവസമായിട്ട് ഞാൻ തർക്കിക്കുന്നില്ല. എന്നാ അവിടെ വെച്ച് അവിടെ വെക്കല്ലേ. അവിടെ വെച്ചാൽ എന്താ കുഴപ്പം? വൃത്തിയാടാ. നീ ഞാൻ ചെയ്യണോ നോക്കിയിരുന്നേച്ചാ മതി. ഇത് കണ്ടോ? ഹായ്. എങ്ങനെയുണ്ട്? നല്ല രസം. നല്ല അമ്മണിക്കുട്ടി. അച്ഛൻ കൊണ്ടെന്നാ. ഇത് ഞാൻ വാസുവിന്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പുറത്തിറങ്ങരുതെന്ന്. ഏത് വാസു? ഇനി വന്നേ. ഇത് നിന്റെ കയ്യിൽ ഇരുന്നാലല്ലേ കുഴപ്പമുള്ളൂ. ഇതെല്ലാം ഞാൻ അലമാരയിൽ വെച്ച് പൂട്ടാൻ പോവാ. അപ്പൊ നീ എങ്ങനെ കളിക്കുന്ന അറിയണമല്ലോ. കേറി പോടാകത്ത്. അവന്റെ ഒരു വാസു. എന്താ ഇത്ര നോക്കാൻ? ഇതേ വാഴപ്പിണ്ടി തീപ്പെട്ടിക്കോലും ഒന്നും അല്ല. വില പിടിച്ച കളിപ്പാട്ടങ്ങളാ. കൈയും കാലും കാണിച്ചേ അവന്റെ ഇത് മേടിക്കാൻ ശ്രമിച്ചാലേ രണ്ടിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. പറഞ്ഞേക്കാം. അമ്മേ, ഉടുപ്പൊക്കെ ഇപ്പൊ തയ്ച്ചിട്ടുണ്ടാവില്ലേ? അമ്മേ എവിടെയാന്ന് പറ, ഞങ്ങൾ പോയി വാങ്ങിച്ചോണ്ട് വരാം. എന്ത്? ഉടുപ്പ്. മിണ്ടി പോരുത്. കൊറേ നേരമാ ഞാൻ കേൾക്കുന്നു ഉടുപ്പ് ഉടുപ്പ്. ഉടുപ്പിട്ടാലാ നീയൊക്കെ നടക്കത്തുള്ളോ? പൊയ്ക്കോണോ എന്റെ മുമ്പിന്ന്. അമ്മ അറിയാതെ എന്റെ മക്കളെ, അമ്മയുടെ ദേഷ്യമുണ്ടോ മക്കൾക്ക്? വാസുക്കുട്ട, എന്തിന്? അമ്മയൊന്നും വാങ്ങിച്ചു തരാത്തതിന്. സാരില്ല അമ്മേ, അമ്മ ഞങ്ങളെ വഴക്കു അറിയാതിരുന്നാ മതി. ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉടുപ്പും കളിപ്പാട്ടവും എല്ലാം വാങ്ങിച്ചു തന്നെ, അല്ലേ അമ്മേ? അമ്മക്കരയില് ഞങ്ങൾക്ക് വിഷമമാവും. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? എഴുന്നേക്ക്, അമ്മ കഞ്ഞി തരാം.
വാസൂട്ടാ, ഓണക്കോടിയാ, നിങ്ങൾക്ക് വേണ്ടി എന്റെ അച്ഛൻ വാങ്ങിയതാ. വാങ്ങിച്ചോളൂ. മക്കൾ ഇതിട്ടോണ്ട് വാ. അജിതേ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ... ഏയ്, അതൊന്നും സാരമില്ല. അജിതേ, കുട്ടികളെയും കൂട്ടി വാ. ഇന്ന് എന്റെ വീട്ടിലാ ഊണ്. അത് വേണ്ട. വേണം. രാധാമണിക്ക് ഇനി മുതൽ നിങ്ങളോടൊരു വിദ്വേഷവുമില്ല. മാവേലി നാടുവാണിയിടുംകാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് കേട്ടിട്ടില്ലേ? മാവേലിയുടെ ഈ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. പരസ്പര സ്പർദ്ധയും വിദ്വേഷവും വെടിഞ്ഞ് നമുക്ക് സന്തോഷിക്കാം. അതെ, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഇനി ശ്രീധരേട്ടൻ പറഞ്ഞതുപോലെ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും നല്ല അയൽക്കാരായി നമുക്ക് കഴിയാം. അമ്മേ, ഈശ്വര, എങ്ങനെയുണ്ട്? ഹായ് പുലികളി. കണ്ടില്ലേ ആ കുട്ടികളുടെ ഒരു സന്തോഷം?